ജിബൂട്ടിയിലെ ലേക്ക് അസൽ എന്ന തടാകത്തിന്റെ ഉപ്പുറഞ്ഞ തീരത്തു നിൽക്കുകയാണ് ഞാൻ. അതിമനോഹരമായ തീരം. ഇങ്ങനെ ഒരിടം ലോകത്തു തന്നെ അധികമുണ്ടാവില്ല. ഇളം നീല നിറമുള്ള ജലം, അതിൽ ഐസ് ഖണ്ഡങ്ങൾ പോലെ പൊങ്ങി നിൽക്കുന്ന ഉപ്പുപാളികൾ, തടാകത്തിനടിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഉപ്പിന്റെ തൂണുകളുടെ മുകൾ ഭാഗമാണത്. പാറ പോലെ ഉറച്ച ഉപ്പുപ്രതലം, അതിൽ ആളുകൾ കയറി നിൽക്കുന്നു. അടിത്തട്ടിലും ഉപ്പാണെന്നതിനാൽ നല്ല തെളിഞ്ഞ ജലം. ഇങ്ങനെ കാണുമ്പോൾ അന്റാർട്ടിക്കയിലാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. ടൂറിസ്റ്റുകളുടെ തിരക്കില്ല. ടൂറിസത്തിനു വേണ്ടി ലേക്ക് അസലിനെ ജിബൂട്ടിയുടെ ഗവൺമെന്റ് വേണ്ട വിധം ഉപയോഗിക്കുന്നുമില്ല. കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരാനായി ഇദ്രിസ് എത്തി. കാട്ട് ചവച്ചുകൊണ്ടാണ് വരവ്. ലേക്ക് അസലിനെക്കുറിച്ച് തനിക്കറിയാവുന്ന കഥകളൊക്കെയാണ് ഇദ്രിസ് പറയുന്നത്. കടൽ വളരെ ഉയരത്തിലാണെന്നും തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നുമെല്ലാം പറയുന്നുണ്ട്. അതേ കഥ തന്നെ ഇദ്രിസ് അപ്പുറം പോയി എന്റെ സുഹൃത്തുക്കളുടെ മുന്നിലും വിവരിക്കുന്നുണ്ട്. കാര്യങ്ങൾ പഠിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട് ഇദ്രിസ്. വെറും പോലീസുകാരനാവേണ്ട ആളല്ല അദ്ദേഹം എന്നെനിക്ക് മനസ്സിലായി. അന്റാർട്ടിക്കയിൽ എത്തിയതുപോലുള്ള ഗംഭീരമായൊരു അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ. മൃദുവായതോ മണൽത്തരികൾ പോലെ പൊടിഞ്ഞുകിടക്കുന്നതോ ആയ ഉപ്പല്ല. കോൺക്രീറ്റ് പാളി പോലെ അതിവിസ്തൃതമായി ഉറച്ചു നിൽക്കുന്ന ഒരൊറ്റ ഉപ്പുപാളിയാണ് ഈ തീരം. ഈ ടൂറിസ്റ്റുകൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇവിടം വരെ വന്നിട്ട് തടാകത്തിന്റെ ഒരു ഫോട്ടോയോ ഒരു സെൽഫി പോലുമോ ഇവർ എടുക്കുന്നത് കണ്ടിട്ടില്ല. വളരെ പാടുപെട്ടാണ് നടക്കുന്നത്. സ്ത്രീ ചെരുപ്പണിഞ്ഞിരിക്കുന്നു. അവരുടെ ഭർത്താവാകട്ടെ നഗ്നപാതനായി ഉപ്പിന്റെ മുനകളിൽ ചവിട്ടുമ്പോഴുള്ള വേദന സഹിച്ചാണ് നടക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയിൽ അനുഭവിക്കുന്ന ആഹ്ലാദം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇവർ പ്രകൃതിയെ കാണുന്നു, ശാന്തമായി പ്രകൃതിയെ ആസ്വദിക്കുന്നു. അതാണ് പക്വമായ ടൂറിസം. ഞങ്ങൾ ലേക്ക് അസലിന്റെ തീരത്തുനിന്നും തിരികെ നടന്നു. നിലത്ത് ഉപ്പിന്റെ തരികളല്ല ഈ കിടക്കുന്നത്. ഉറച്ചു കട്ടയായ ഉപ്പുപ്രതലമാണ്. തൂവെള്ള നിറത്തിൽ അതിവിസ്തൃതമായി അങ്ങനെ കിടക്കുകയാണത്. ലേക്ക് അസലിന്റെ തീരത്ത് ഏറ്റവും വീതി കുറഞ്ഞ ഒരു ഭാഗത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കൾ ഏറെ ദൂരം മുന്നിലായി കഴിഞ്ഞു. ഈ ഉപ്പ് ഇതേ വിധം നിലനിർത്താനാണ് ജിബൂട്ടിയുടെ ഗവൺമെന്റിന്റെ തീരുമാനം. യുനെസ്കോയുടെ നിർദ്ദേശവും അതാണ്. അതേസമയം തടാകക്കരയിൽ ഉപ്പ് ഖനനത്തിനായി പ്രത്യേകം ഭാഗങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. അവിടെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഖനനം നടക്കുന്നത്. ഈ പ്രദേശത്തെ ജിബൂട്ടി ടൂറിസത്തിനു വേണ്ടി കാര്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നൊരു പോരായ്മ മാത്രമേ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ. ഞാൻ ഈ നടക്കുന്ന പ്രതലത്തിലുള്ളതെല്ലാം ഉപ്പുപാറ തന്നെയാണ്. തവിട്ട് നിറമാണ് അതിന് എന്ന പ്രത്യേകതയേ ഉള്ളൂ. ചാവുകടലിനേക്കാൾ ടൂറിസം സാധ്യതയുള്ള തടാകവും തീരപ്രദേശവുമാണിത്. തടാകത്തിലിറങ്ങിയാൽ ആളുകൾ താഴ്ന്നു പോവുകയില്ല. തടാകതീരത്തെ ചില ഭാഗങ്ങളിലെ മണ്ണ് ത്വക്ക് രോഗ ചികിത്സയ്ക്ക് ഉപയോഗിച്ചു വരുന്നുമുണ്ട്. എന്നാൽ അത്തരം സാധ്യതകളൊന്നും ജിബൂട്ടി ടൂറിസത്തിനു വേണ്ടി വിനിയോഗിച്ചിട്ടില്ല. ഡെഡ് സീയുടെ കരയിൽ നിരവധിയായ റിസോർട്ടുകളുണ്ട്. ഞാനത് നേരിൽ കണ്ടിട്ടുള്ളതാണ്. ഇവിടെയാകട്ടെ അത്തരം റിസോർട്ടുകളൊന്നുമില്ല. കുറച്ച് ടൂറിസ്റ്റുകൾ വരുന്നു, തടാകം കണ്ട് പോകുന്നു. അവർക്ക് വിൽക്കാൻ വേണ്ടി ഇങ്ങനെ ചില സാധനങ്ങളുമായി ചിലരിവിടെ ഇരിക്കുന്നു. ഉപ്പിന്റെ ചെറു ഫോർമേഷനുകളാണ് ഇതൊക്കെ. പവിഴപ്പുറ്റുകൾ പോലുള്ള ഉപ്പുപുറ്റുകൾ. രസമുള്ള രൂപമാണ് അതിന്. നേർക്കാഴ്ചയിൽ പവിഴപ്പുറ്റുകളാണെന്ന് തന്നെ തോന്നും. മറ്റു ചില സാധനങ്ങൾ ഗ്രാമീണർ ഉണ്ടാക്കുന്നുണ്ട്. മൃഗങ്ങളുടെ അസ്ഥി തടാകത്തിൽ താഴ്ത്തിവെച്ച് അതിൽ ഉപ്പ് പിടിപ്പിച്ച ചില കൗതുക വസ്തുക്കൾ.
മറ്റു ടൂറിസ്റ്റുകൾ മടങ്ങാനായി വാഹനത്തിൽ കയറുന്നു. യൂറോപ്യരായ ദമ്പതികളും അവരുടെ ഗൈഡും. അങ്ങനെ നിൽക്കെ ഒരു കച്ചവടക്കാരൻ ഒരു കൗതുക വസ്തുവുമായി എന്റെ അടുക്കലേക്ക് വന്നു. ആടിന്റെ തലയോട്ടിയാണ്. അത് കുറേ നാൾ ഉപ്പുവെള്ളത്തിൽ ഇട്ടുവെച്ച് പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കലാരൂപമായി മാറിയിരിക്കുന്നു. ഞാൻ കച്ചവടക്കാരന്റെ ദൃശ്യം പകർത്തിയത് അയാൾക്ക് നന്നേ ബോധിച്ചു. അതിന് പ്രതിഫലമായി ഒരു ഉപ്പുപാറ സമ്മാനവും തന്നു. തടാകതീരത്തു നിന്നും ഞങ്ങൾ മടങ്ങുകയാണ്. സൂര്യൻ കുന്നിനപ്പുറം മറയുന്നതോടെ ഇവിടമെല്ലാം ഇരുട്ടിലാകും. ചൈന നിർമ്മിച്ചു നൽകിയ ഹൈവേയിലൂടെ യാത്ര തുടരുകയാണ്. വ്യവസായ സാധ്യതകൾ മുന്നിൽ കണ്ടുതന്നെയാണ് ചൈന ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൈനീസ് കമ്പനികളുടെ നേതൃത്വത്തിലാണ് ലേക്ക് അസലിൽ നിന്നുള്ള ഉപ്പ് ഖനനം പ്രധാനമായും നടക്കുന്നത്. ദശലക്ഷക്കണക്കിന് ടൺ ഉപ്പ് അവർ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് ദൂരെ കാണുന്നത് ലേക്ക് അസൽ സാൾട്ട് വർക്ക്സ് എന്ന ഫാക്ടറിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 100 മീറ്ററിലധികം താഴ്ചയിലൂടെയാണ് ഇപ്പോഴും ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവിടമെല്ലാം കടലായിരുന്നു. അതിന്റെ അടിത്തട്ടിലൂടെയാണ് വാഹനം നീങ്ങുന്നതെന്നും പറയാം. ഇവിടെയെല്ലാം മണ്ണിൽ ഉയർന്ന തോതിൽ ഉപ്പിന്റെ അംശമുണ്ട്. അതിലൂടെയാണ് പാത പണിതിരിക്കുന്നത്. അഗ്നിപർവ്വത പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഭൂമിക്കടിയിൽ വിചിത്രമായ പല പ്രതിഭാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഇടം. ചൂട് നീരുറവകളാണ് അതിലൊന്ന്. ലേക്ക് അസലിന് സമീപമുള്ള അത്തരം നീരുറവകളിൽ ചൈനീസ് സഹായത്തോടെ ജിയോ തെർമൽ പവർ സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നുണ്ട്. 2030-നുള്ളിൽ ലേക്ക് അസൽ പരിസരം വലിയൊരു ടൂറിസം കേന്ദ്രവും വ്യാവസായിക കേന്ദ്രവുമായി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. വരും നാളുകളിൽ ലേക്ക് അസലിന്റെ പരിസരം ജിബൂട്ടി എന്ന രാജ്യത്തിന്റെ തന്നെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാവാൻ പോവുകയാണെന്ന് സാരം. റോഡ് പണിക്ക് കൊണ്ടുവന്ന ഉപകരണങ്ങൾ യാർഡിൽ തുരുമ്പെടുത്തു കിടക്കുന്നു. പല ഭാഗത്തും ചൈനീസ് കമ്പനികളുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. നേരെ മുന്നിൽ തഡ്ജൂറ ഉൾക്കടൽ തീരുന്ന ഭാഗം കാണാം. അവിടെ 2 പാറകൾ കടലിൽ ഉയർന്നു നിൽക്കുന്നു. വണ്ടിയൊന്ന് നിർത്താൻ ഞാൻ പറഞ്ഞു. ലേക്ക് ഖൗബറ്റ് എന്നാണ് തഡ്ജൂറ ഉൾക്കടലിന്റെ ഈ അഗ്രഭാഗം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇക്കാണുന്നത് ഗ്വിനിക്കോമ എന്ന പാറയാണ്. വലിയൊരു ചിരട്ട കടലിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്നതുപോലെയുണ്ട്. ശരിക്കും ഒരു ദ്വീപ് തന്നെയാണത്. പിശാചിന്റെ ദ്വീപ് എന്നാണ് ഗ്വിനിക്കോമ എന്ന പ്രാദേശിക വാക്കിനർത്ഥം. ആ ദ്വീപിന് സമീപത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. നേരം ഇരുട്ടി വരികയാണ്. കാഴ്ചകൾ ആകെയൊന്ന് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഗ്വിനിക്കോമ ദ്വീപ് കൂടി ഒന്നു അടുത്തു കാണാതെ യാത്ര അവസാനിപ്പിക്കാനാവില്ല. ഭൂമിയിലെ മനോഹരമായൊരു പ്രദേശമാണത്. ശരിക്കും ഒരു അഗ്നിപർവ്വതമാണ് ഗ്വിനിക്കോമ ദ്വീപ്. ഇവിടം വരെ ചെങ്കടൽ കയറിക്കിടക്കുന്നു. ഉൾക്കടലിന്റെ തീരത്തേക്കാണ് സുരേഷ് വണ്ടി വിടുന്നത്. കുന്നിറങ്ങിയെത്തുമ്പോൾ ഇവിടെ ഒരു പോർട്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ലേക്ക് അസലിൽ നിന്നുള്ള ഉപ്പ് കയറ്റിക്കൊണ്ടു പോകാനാണ് ഇവിടെ ഒരു തുറമുഖം സജ്ജമാക്കുന്നത്. വലതുവശത്ത് ഒരു ബീച്ചാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചില ഹട്ടുകൾ അങ്ങിങ്ങായി പണിതിട്ടിരിക്കുന്നു. അതാകട്ടെ ആകെ മുഷിഞ്ഞു കിടക്കുകയാണ്. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ചെങ്കടലിൽ നിന്നും ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന തഡ്ജൂറ ഗൾഫ് ഇവിടെയാണ് വന്നവസാനിക്കുന്നത്. ഗിനിക്കോമ അഥവാ ഡെവിൾസ് ഐലൻഡിന്റെ രൂപം ഇതാണ്. അതിൽ നിന്നും ലാവ ഒളിച്ചിറങ്ങിയതിന്റെ പാടുകൾ ഇപ്പോഴും വശങ്ങളിൽ കാണാം. ലക്ഷക്കണക്കിന് വർഷം മുൻപ് സജീവമായിരുന്ന ഒരു അഗ്നിപർവ്വതമാണത്. അടിത്തട്ടിൽ നിന്നും മുകളറ്റം വരെ 600 മീറ്ററാണ് അതിന്റെ ഉയരം.
അർഡൌകോബ എന്നു പേരുള്ള അതിബൃഹത്തായ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഹൃദയഭാഗമായിരുന്നു ഗിനിക്കോമ. ഗിനിക്കോമ പോലെ മറ്റൊരു ദ്വീപ് കൂടി കടലിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. തീരത്ത് പോർട്ടിന്റെ ഭാഗമായ ഒരു കൺട്രോൾ ടവർ. ഇതും ചൈനയുടെ നിർമ്മിതിയാണ്. ഉൾക്കടലിൽ ശക്തമായ ഓളത്തള്ളലുണ്ട്. കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ആഴ്ചാവസാനങ്ങളിൽ ഇവിടെ ബോട്ടുകളുമായി ഗ്രാമീണർ കാത്തിരിപ്പുണ്ടാവും. ആ ബോട്ടിൽ കയറി ഗിനിക്കോമ ദ്വീപിനെ ഒന്ന് ചുറ്റിവരാം. അത്തരം ബോട്ടുകളാണ് ഇവിടെ തീരത്ത് വിശ്രമിക്കുന്നത്. എനിക്കും ഒരു ബോട്ടിൽ കയറി ദ്വീപിനെ ഒന്ന് ചുറ്റിവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബോട്ടുകാർ ആരും തീരത്തില്ല. ഇദ്രിസ് പലയിടത്തും അന്വേഷിച്ചു. ഞങ്ങൾ തീരത്ത് നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു. പോർട്ട് കൺട്രോൾ ടവറും മറ്റുമുള്ള ഭാഗത്തുനിന്നും കാർ നീങ്ങി. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വീണ്ടും ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. ഒരു കാഴ്ച കൂടി ഇരുട്ടുന്നതിന് മുൻപ് കാണാനുണ്ടെന്നാണ് എന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ചെങ്കടലിൽ നിന്നും തുടങ്ങുന്ന തഡ്ജൂറ ഉൾക്കടൽ അവസാനിക്കുന്ന പോയിന്റ് ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. താഴെ മണൽക്കൂമ്പാരങ്ങൾ പോലെ കാണുന്നത് ഉപ്പ് കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നതാണ്. വെയിൽ കൊണ്ട് കിടക്കുന്നതിനാലാണ് പുറമേ ആ നിറം. ഇവിടെ നിന്നുമാണ് ഉപ്പ് കപ്പലുകളിൽ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള യന്ത്രസാമഗ്രികളൊക്കെ തീരത്ത് കാണാം. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ മറ്റെവിടെ നിന്നോ കൊണ്ടുവന്ന് കൂട്ടിയ ചാർ പോലുള്ള ഒരു സംഗതി പാതയോരത്ത് കാണാം. അതിവിശാലമായ പ്രദേശത്താകെ അതങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഇത് ചാറല്ല. മറ്റെവിടെ നിന്നെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതുമല്ല. ഏതോ കാലത്ത് അഗ്നിപർവ്വതത്തിൽ നിന്ന് ഒഴുകിപ്പരുന്ന ലാവയാണ്. അത് ഈ വിധം കട്ടപിടിക്കുകയും പിന്നീടെന്നോ സംഭവിച്ച ഒരു ഭൗമ പ്രതിഭാസത്തിന്റെ ഫലമായി പാളികളായി വിണ്ടുകീറുകയും ചെയ്തിരിക്കുകയാണ്. ചാർ ചെയ്ത റോഡിൽ നിന്ന് അത് മാന്തിയെടുത്ത് കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നതാണെന്നേ തോന്നുകയുള്ളൂ. അതിയായ കാഠിന്യമുള്ള ലാവപ്പാറകളാണ്. കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ അതങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. ഒരു ഭാഗത്ത് വലിയൊരു മരം പന്തലിച്ചു നിൽക്കുന്നു. പൊളിഞ്ഞടർന്നും വിണ്ടുകീറിയും കുന്നുകൾ പോലെ കിടക്കുന്ന ലാവ. ഇതാണ് കൂടിക്കിടക്കുന്ന ലാവയുടെ കാഴ്ച. ലാവ ഉറഞ്ഞ് പല ലെയറുകളായി പൊട്ടിത്തകർന്നു കിടക്കുന്നു. പല ധാതുക്കളുടെ നിക്ഷേപമുണ്ട് ഈ പാറകളിൽ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടായിരിക്കാം ഇത് ഈ വിധം രൂപപ്പെട്ടത്. ലാവപ്പാറകൾക്കിടയിൽ അതിജീവനത്തിന്റെ പ്രതീകം പോലെ നിൽക്കുന്നു മരം. അവിടെ നിന്നും യാത്ര തുടരുമ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങി. ഇന്നിനി അധികം കാഴ്ചകളിലേക്ക് പോകാനാവില്ല. ഞാനും ഇദ്രിസും സുരേഷും ജിബൂട്ടി സിറ്റിയിലേക്ക് മടങ്ങുന്നില്ല. പക്ഷേ കൂടെയുള്ള മലയാളി സുഹൃത്തുക്കളായ ജോസിക്കും ബിനോയ്ക്കും പിന്നെ മമാക്കിക്കും പട്ടണത്തിലേക്ക് മടങ്ങണം. അതിനാൽ സിറ്റിയിലേക്ക് മടങ്ങുന്നവരെ ഒരു ടാക്സിയിൽ കയറ്റി അയക്കാമെന്ന് തീരുമാനമായി. നാളെ ആർത്ത മൗണ്ടൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാനാണ് ഞാനും സുരേഷും ഇദ്രിസും തീരുമാനിച്ചിരിക്കുന്നത്. കാർ പട്ടണപ്രാന്തത്തിലേക്കെത്തി. അവിടെ വെച്ച് ഞങ്ങൾ ഒരു ടാക്സി സംഘടിപ്പിച്ചു. മമാക്കിയെയും 2 മലയാളി സുഹൃത്തുക്കളെയും അതിൽ കയറ്റിവിടുകയാണ്. ഇവിടെ അടുത്ത് ഒരു ക്യാമ്പുണ്ട്. അവിടെ ഇന്ന് രാത്രി തങ്ങാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. മറ്റുള്ളവരെ ടാക്സിയിൽ കയറ്റി അയച്ച ശേഷം ഞങ്ങൾ ക്യാമ്പിലേക്ക് നടന്നു. ഒരു പ്രോജക്ട് സൈറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ബങ്കറുകളാണ്. സുരേഷ് ജോലി ചെയ്യുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ ഹോൾഡിംഗ്സ് കമ്പനിയുടെ തന്നെ ക്യാമ്പാണ്. അതിൽ ഏതാനും മുറികൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു കണ്ടെയ്നർ തന്നെ. എയർ കണ്ടീഷൻഡാണ് മുറി. ഒരു രാത്രിയിലെ ഉറക്കത്തിന് എനിക്കിത് ധാരാളമാണ്. ക്യാമറയിലെ ബാറ്ററികൾ ഒന്ന് ചാർജ് ചെയ്യണം.
അതാണ് പ്രധാന കാര്യം. മുറിയുടെ ഒരു ഭാഗത്ത് സുന്ദരമായ ഒരു ടോയ്ലറ്റുണ്ട്. ദീർഘമായ യാത്രയുടെ ക്ഷീണമുണ്ട്. ക്യാമറ ബാറ്ററികൾ ചാർജിലിട്ട് ഒന്ന് ഫ്രഷായി ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ ഉണർന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. ആർത്ത പ്രദേശത്തേക്കാണ് യാത്ര. കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. മഴയാണ് എതിരേൽക്കുന്നത്. ഇതാണ് ജിബൂട്ടിയിലെ കാലാവസ്ഥയുടെ പ്രത്യേകത. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഇന്ന് ആർത്തയും തഡ്ജൂറ പട്ടണവും കാണാൻ പോകണമെന്നതാണ് ഞങ്ങളുടെ പദ്ധതി. പക്ഷേ കാലാവസ്ഥ ചതിക്കുകയാണ്. തഡ്ജൂറയിൽ കനത്ത മഴയാണെന്ന് സുരേഷിന് ഫോൺ വന്നിരുന്നു. തഡ്ജൂറയിൽ നിന്നും ബോട്ടിൽ കയറി മോച്ച ദ്വീപ് സന്ദർശിക്കണമെന്നുമുണ്ടായിരുന്നു. കടൽ ക്ഷോഭിച്ചിരിക്കുന്നതിനാൽ ബോട്ടുകളും സർവീസ് നടത്തുന്നില്ലെന്നാണ് അറിഞ്ഞത്. ഇവിടെ കാണുന്നതെല്ലാം സമ്പന്ന ഗേഹങ്ങളാണ്. ഇതുവരെ ജിബൂട്ടിയിൽ കണ്ടതുപോലുള്ള വീടുകളെയല്ല, കേരളത്തിൽ കാണുന്നതുപോലെയുള്ള വലിയ വീടുകൾ. ഒരു മലയുടെ മുകളിൽ ഞങ്ങൾ കാർ നിർത്തിയിറങ്ങി. താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ്. അനേകം മലകളുടെ ഞൊറിവുകൾ. അങ്ങകലെ കടൽ കാണേണ്ടതാണ്. ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നതിനാലാണ് അത് കാണാത്തത്. വ്യൂ പോയിന്റിന്റെ താഴ്വാരത്ത് പണ്ടെങ്ങോ മറിഞ്ഞ ഒരു വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. കൂറ്റൻ കല്ലുകൊണ്ട് പേരും പ്രണയ സന്ദേശവും എഴുതി വച്ചിരിക്കുന്നു ആരെല്ലാമോ. കാലാവസ്ഥ മോശമായതിനാൽ ഇനി ഏതെല്ലാം കാഴ്ചകളിലേക്ക് പോകാനാവും എന്നത് സംബന്ധിച്ചാണ് ഇദ്രിസും സുരേഷും തമ്മിലുള്ള ചർച്ച. പലരെയും ഫോണിൽ വിളിച്ച് അവർ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും മോച്ച ഐലൻഡിലേക്ക് ഇന്ന് പോകാനാവില്ല. തഡ്ജൂറയിലും മഴ തുടരുകയാണ്. ഒടുവിൽ ആദ്യം ആർത്ത ടൗൺ ഒന്ന് കാണാമെന്ന് തീരുമാനിച്ചു. അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും വേണം. കുറച്ചു മരങ്ങളൊക്കെയുള്ള തണുപ്പുള്ള ഒരു പ്രദേശമാണ് ആർത്ത. ജിബൂട്ടിയുടെ മറ്റു ഭാഗങ്ങളിൽ കനത്ത ചൂടുള്ളപ്പോഴും ആർത്ത മലമുകളിൽ തണുത്ത കാലാവസ്ഥയായിരിക്കും. ഇന്നാട്ടുകാരുടെ ഒരു ഊട്ടിയാണിവിടം. ഇങ്ങനെ കാണുമ്പോൾ തമിഴ്നാട്ടിലെയോ ആന്ധ്രയിലെയോ അധികം വികസനമെത്താത്ത പട്ടണങ്ങൾ പോലെയുണ്ട്. 10,000-ലധികം ആളുകൾ വസിക്കുന്നുണ്ട് ആർത്ത മലമുകളിൽ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഫ്രഞ്ച് സൊമാലിലാൻഡിന്റെ ഭാഗമായിരുന്നു ആർത്ത. ഇവിടം ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റിയെടുത്തത് ഫ്രഞ്ചുകാരാണ്. ജിബൂട്ടി സിറ്റിയിൽ ചൂട് വർദ്ധിക്കുന്ന സമയത്ത് അവർ സുഖവാസത്തിനായി ഈ മലമുകളിലേക്ക് വന്നു. ഫ്രഞ്ച് കൊളോണിയൽ ഗവൺമെന്റ് 1946-ൽ ഹൗസിംഗ് എസ്റ്റേറ്റുകൾ നിർമ്മിച്ച് വിപുലമായ ഒരു ഹിൽ സ്റ്റേഷനാക്കി മാറ്റി ഇവിടം. സൊമാലിയ, എത്യോപ്യ എന്നീ രാജ്യങ്ങളുടെ സ്വാധീനം എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ആർത്ത. ഞങ്ങളുടെ വാഹനം ആർത്ത ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. മഴയായതുകൊണ്ടാവാം ഒന്നിനും ഒരു ഉണർവില്ല. ഫ്രഞ്ച് കൊളോണിയൽ സർക്കാർ ജിബൂട്ടിയിലുള്ള തങ്ങളുടെ സിവിൽ സെർവൻസിനു വേണ്ടി ഇവിടെ നിരവധിയായ ഗസ്റ്റ് ഹൗസുകൾ പണിതിട്ടിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ആ കെട്ടിടങ്ങൾ പലതും നാട്ടുകാർ കയ്യേറുകയാണുണ്ടായത്. അഫാർ ഗോത്രക്കാരും ഇസാ ഗോത്രക്കാരുമുണ്ട് ആർത്തയിൽ. ചില ഘട്ടങ്ങളിൽ അവർ തമ്മിലുള്ള സംഘട്ടനത്തിന്റെ വേദി കൂടിയാണിവിടം. സുഖവാസ കേന്ദ്രമാണെങ്കിലും വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത പ്രദേശം. ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളുമായി ഈ പ്രദേശത്തിന് നല്ല സമാനതയുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഇദ്രീസ് അഫാർ ഗോത്രക്കാരനാണ്. ഇസാ ഗോത്രത്തിനാണ് ആർത്തയിൽ പ്രാമുഖ്യമെന്ന് അറിയുന്നതുകൊണ്ടാവാം ഇവിടെ ഇദ്രീസ് വലിയ പ്രകടനങ്ങൾക്കൊന്നും മുതിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അഫാർ ഗ്രാമങ്ങളിൽ ഒരു പോലീസുകാരന്റെ അധികാരത്തോടെ തന്നെയായിരുന്നു ഇദ്രീസ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ആർത്തയിലെ ഒരു വിദ്യാലയമാണ് ഇക്കാണുന്നത്. പട്ടണത്തിന് നടുവിലെ വിദ്യാലയം. ജിബൂട്ടി സിറ്റിയിൽ നിന്നും 41 കിലോമീറ്ററാണ് ആർത്തയിലേക്കുള്ള ദൂരം. ഒരു റെസ്റ്റോറന്റ് അന്വേഷിച്ചാണ് ഞങ്ങൾ നീങ്ങുന്നത്. പക്ഷേ അത് ഇവിടെയൊന്നും കാണുന്നില്ല.
ജിബൂട്ടി സിറ്റിയിലെ സമ്പന്നർ ഇവിടെ സ്ഥലം വാങ്ങുകയും ബംഗ്ലാവുകൾ പണിയുകയും ചെയ്യുന്നു. വർഷത്തിൽ കുറേ ദിവസം അവരിവിടെ വന്ന് താമസിക്കുകയും ചെയ്യും. പ്രകൃതിയുടെ രണ്ടു ഭാവങ്ങളാണ് ജിബൂട്ടിയിൽ കാണുന്നത്. ഒന്ന് കൊടും ചൂടിൻ്റേതാണെങ്കിൽ മറ്റൊന്ന് സുഖകരമായ തണുപ്പിൻ്റേതും. കുറച്ചുകൂടി മുന്നോട്ടു ചെന്നതോടെ അന്തരീക്ഷം മൂടിക്കെട്ടിയതായി. മുന്നിലേക്ക് ഏറെ ദൂരം കാണാനാവാത്ത വിധം പടരുന്ന മൂടൽ മഞ്ഞിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.